അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിഡിലായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ സൈറ്റിലാണെങ്കിൽ നമുക്കൊരു മിനിമം എമൗണ്ട് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല വിഡ്രോവൽ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോണസ് പോയിന്റ് കൂടി കിട്ടുന്നതാണ്. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വെബ്സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാം എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ദ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലായിട്ടുള്ളൊരു സൈറ്റാണ്. സൈറ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്ത് വർക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന്. സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ സർവേ ടൈം എന്നാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഗൂഗിളിൽ ചെന്നിട്ട് സർവേ ടൈം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന സൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ എന്ത് വർക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. സർവേ ആണ്. നമ്മൾ സർവേ അറ്റൻഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് സർവേസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കാരണം നല്ലപോലെ സർവീസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം പറയുന്നുണ്ട് ഹൗ ഡസ് സർവേ ടൈം വർക്ക്. ഇഫ് യു ലുക്ക് ഇൻ നോ make money online through paid survey, then you reached the right place. In the process is and simple can be. അപ്പോൾ അവർ പറയുന്നത് ഇതെന്താണ്, നമുക്ക് സർവേയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ് ഇതെന്ന് ഈ ഒരു സർവേ ടൈം എന്ന് പറയുന്നത്. സൈൻ അപ്പ് ഓർ സർവേ ടൈം ഫോർ ഫ്രീ. നമുക്ക് ഇതിൽ സൈനപ്പ് ചെയ്യുന്നത് ഫ്രീ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റോ പ്രത്യേക ഫീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, ടോട്ടലി ഫ്രീ ആയിരിക്കും. എന്താന്ന് പറയുന്നത് ഈ ഒരു സൈറ്റിലെന്ന് പറഞ്ഞാൽ ടെൽ us about yourself by taking a short industry survey. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആദ്യത്തെ സർവേ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലത്തെ ഒരു സർവേ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ പോലെ പേര് ചോദിക്കത്തില്ല, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ, പിന്നെ വരുമാനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യമേ ചോദിക്കുന്ന സർവേ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ഏണിങ്സ് ക്യാഷ് ഫോർ സർവേ. ഫോർ ഈച്ച് സർവേ യു കംപ്ലീറ്റ് യു ഗെറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് മണി റിവാർഡ്. നമ്മളൊരു സർവേ അറ്റൻഡ് ചെയ്ത് അത് നമ്മൾ പാസ്സായാൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ് ആണ് പറയുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മണി റിവാർഡ്സ് എന്ന് അവർ പറയുന്നത്. പിന്നെ പറയുന്നത് ക്യാഷ് വിഡ്രോവലിനെ പറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാവരും കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് വൈ ഷുഡ് ഐ യൂസ് സർവേ ടൈം. നമ്മൾ എന്തുകൊണ്ട് സർവേ ടൈം ചൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ലോ വിഡ്രോവൽ ദർ ഹോൾഡ് എന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് നമുക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഒരു $5 ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സർവേ ഫോർ യു. സർവേ ഓഫർ you the most relevant survey. We match our survey to your interest based on your answer in your പ്രൊഫൈൽ സർവേ. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ സർവേയിൽ കൊടുക്കുന്ന കാര്യങ്ങളുടെ ബേസിലായിരിക്കും അവർ നമുക്ക് സർവേസുകൾ തരുന്നത്. അപ്പം ന്യൂ സർവേ ഒക്കെ ഒരുപാട് കിട്ടണമെങ്കിൽ അത് നമ്മുടെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ തരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ സർവേ ആദ്യം അവർ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന പ്ലേസും പിന്നെ പ്രൊഫഷണലും ഒക്കെ നല്ല ഹൈലായിട്ടുള്ളത് കൊടുക്കുക. പ്ലേസ് കൊടുക്കുമ്പം എപ്പോഴും സർവേ കിട്ടത്തക്ക രീതിയിലുള്ള ഏരിയാസ് സെലക്ട് ചെയ്യുക. പിന്നെ പ്രൊഫഷൻ കൊടുക്കുമ്പോഴത്തേക്കിനും മാനേജർ, CEO അങ്ങനത്തെ പൊസിഷനിലുള്ളതൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ സർവേ കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ ബോണസ് ഇതിനകത്ത് പറയുന്നത് നമുക്കൊരു $10 അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു പൈസ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നമുക്ക് $0.5
നമുക്ക് എന്താണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് അവർ എന്താണ് നമുക്ക് തിരിച്ച് തരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ബോണസ് റിവാർഡ് പോലെ $0.5 നമുക്ക് തരും. അതും $10 കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചൂസ് യുവർ റിവാർഡ്, നമ്മുടെ റിവാർഡ് നമുക്ക് എങ്ങനെ വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നതിനെ പറ്റിയാണ് അവർ പറയുന്നത്. നമുക്ക് ഗിഫ്റ്റ് കാർഡായിട്ട് യൂസ് ചെയ്യാം, ആമസോൺ ഗിഫ്റ്റ് കാർഡായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് പേപ്പാൽ വഴി വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനാണ്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ സൈനപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ സർവേ കാണും, അത് അറ്റൻഡ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് കിട്ടുന്ന സർവീസ് എല്ലാം തന്നെ പെയ്ഡ് സർവീസ് ആയിരിക്കും. നമ്മുടെ ഇൻട്രൊഡക്ഷൻ സർവേ കഴിഞ്ഞാൽ പിന്നെ ഉള്ള സർവേക്ക് എല്ലാം പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്യുക. അപ്പം സർവേയിൽ ഫെയിലാകുന്നവർ അങ്ങനെ പേടിയുള്ളവർ നിങ്ങൾ മാക്സിമം സർവേ ഞാൻ പറഞ്ഞ പോലെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങളിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ 2 ജനുവരി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 2-3 സർവേ കഴിഞ്ഞപ്പോൾ ചോദിക്കുമ്പോഴത്തേക്കിനും അതേ ഡേറ്റ് തന്നെ നിങ്ങൾ കൊടുക്കണം, മാറ്റി കൊടുക്കരുത്. അങ്ങനത്തെ കണ്ടിന്യൂറ്റി വേണം. പിന്നെ നിങ്ങൾ ഒരിക്കലും ഓപ്ഷനകത്തൊന്നും എപ്പോഴും എസ് എന്നുള്ള ഓപ്ഷനെ തിരഞ്ഞെടുക്കാവുള്ളൂ. ഒരിക്കലും എന്ത് കാര്യം ചോദിച്ചാലും നോ എന്ന ഓപ്ഷൻ കൊടുക്കരുത്. അങ്ങനെ നോ സെലക്ട് ചെയ്താൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയിപ്പോവും. സപ്പോസ് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ കാറുണ്ടോ ഇല്ലയോ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കാറ് കാണത്തില്ല, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ട് എസ് എന്ന് സെലക്ട് ചെയ്യണം. ഇല്ല എന്ന് പറഞ്ഞ് നോ സെലക്ട് ചെയ്യരുത്, ഉണ്ട് എന്ന് പറഞ്ഞ് എസ് സെലക്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സർവേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ ID വെച്ചിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാതെ ഫേസ്ബുക്ക് ഇമെയിൽ ID വെച്ച് സൈനപ്പ് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് വഴി സൈനപ്പ് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ ID വെച്ച് സൈനപ്പ് ചെയ്താൽ മതി. അപ്പോൾ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ സർവേ കാണും. അതിന് ശേഷം നമുക്ക് സർവേ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻട്രൊഡക്ഷൻ സർവേയിൽ നമുക്ക് പോയിൻ്റ് കിട്ടും. അത് അല്ലാതെ നമുക്ക് പിന്നെ അങ്ങോട്ടുള്ള സർവേയിലും പോയിൻ്റ് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സർവേ വെബ്സൈറ്റുകൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടൊരു സൈറ്റാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ.